സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 3 പ്രോപ്പർട്ടീസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ത് വെച്ചിട്ട്, സർക്കം റേഡിയസ് വെച്ചിട്ടാണെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ ബി സി ഡിവൈഡഡ് ബൈ എ സെന്റ് പ്രോഡക്ട്സ് എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ സർക്കം റേഡിയസ്. പിന്നെ പറഞ്ഞു സൈൻ എ ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ എ equal to b divided by sin b equal to c divided by sin c is equal to 2 is r. ഇതാണ് പറഞ്ഞത്. എന്താണ് സർക്കം സെന്ററിൽ ഫോം ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് ട്വിസ് ഓഫ് ആംഗിൾ ആയിരിക്കും. ഇത് 2a ആയിരിക്കും അല്ലെ. അതായത് ആംഗിൾ എ ഒ സി ആണെങ്കിൽ അത് 2b ആയിരിക്കും. ഇത് 2b ആയിരിക്കും. ഇത് 2 into c ആയിരിക്കും. 2c. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. ക്ലിയർ ചെയ്യാണ്. ഇനി സർക്കം സെന്റർ 3 ട്രയാങ്കിൾസിൽ ഉള്ള കാര്യമാണ്. ആദ്യത്തെ ട്രയാങ്കിൾ ഏതെന്ന് വെച്ചാൽ ഇതൊരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ. എല്ലാ ആംഗിളും 90 ഡിഗ്രിക്ക് ചെറുതാണ്. അപ്പോൾ ഇതൊരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഈ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളിൽ നോക്കണേ, സർക്കം സെന്റർ എവിടെ വന്നു? സർക്കം സെന്റർ ട്രയാങ്കിളിന് അകത്തായിട്ട് വന്നു അല്ലെ. അക്യൂട്ട് ആംഗിളിന്റെ ട്രയാങ്കിളിൽ സർക്കം സെന്റർ അകത്തായിട്ട് വന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഒ എയും ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്. അതിന്റെ വാല്യൂ 6 ആണ്. ഓക്കെ, ഇനി ഒരു ഒപ്റ്റൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഇതൊരു ഒപ്റ്റൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഈ ഒപ്റ്റൂസ് ആംഗിൾ ട്രയാങ്കിളിൽ സർക്കം സെന്റർ എവിടെ വന്നു? എ ബി സി എന്ന് പറയുന്ന ഇതാണ് എ ബി സി. അത് ട്രയാങ്കിളിന് പുറത്ത് വന്നു. ഇവിടെ ആണെങ്കിലും ഈ ഒ എ ഒ സി ഒ ബി ഇത് മൂന്നും ഈക്വൽ ആയിരിക്കും. പക്ഷെ അത് എവിടെയാ വന്നത്? പുറത്ത് വന്നു. അതാണ് അതിൽ പറയാനുള്ളത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതില് 2 കാര്യമുള്ളൂ. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളിൽ അകത്ത് വന്നു, ഒപ്റ്റൂസ് ആംഗിൾ ട്രയാങ്കിളിൽ പുറത്ത് വന്നു. അപ്പോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എവിടെ വരും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ആ ട്രയാങ്കിളിൽ തന്നെ വന്നു അല്ലെ. ആ ട്രയാങ്കിളിന്റെ സൈഡിൽ തന്നെ വന്നു. ഇതിൽ എ ഉണ്ട്, സോറി. എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസിന്റെ മിഡിലിൽ വരും. എവിടെ വരും? ഹൈപ്പോട്ടിനസിന്റെ മിഡിലിൽ വരും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചോളൂ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇൻ സെന്റർ പഠിക്കുക നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിലെ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. ഇതാണ് ബി അല്ലെ. ബി എന്ന് പറയുന്ന പോയിന്റ് തന്നെയായിരിക്കും ഇതിന്റെ ഓർത്തോ സെന്റർ. ഓർത്തോ സെന്ററിനെ ഞാൻ H കൊണ്ട് മാർക്ക് ചെയ്യണം. ബി എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. ബി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ആ ബി എന്ന് പറയുന്ന പോയിന്റ് 90 ഡിഗ്രി വരുന്നത് അത് തന്നെയായിരിക്കും എന്ത്? ഓർത്തോ സെന്റർ ആയിട്ട് വരുന്നത്. അതിനെ ഞാൻ H ഒന്നും മാർക്ക് ചെയ്തു. H എന്നോ ബി എന്നോ, ഓക്കെ, H കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തു. അങ്ങനെയെങ്കിൽ ഓർത്തോ സെന്ററും സർക്കം സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസിന്റെ പകുതി ആയിരിക്കും. ഓർ വിച്ച് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസിന്റെ പകുതി ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് നമുക്കറിയാം ഇത് സർക്കം സെന്റർ ആണ്. സർക്കം സെന്റർ ആയതുകൊണ്ട് ഈ ലെങ്തും ആ സർക്കം സെന്ററിൽ നിന്നുള്ള 3 വെട്ടത്തിലോട്ടുള്ള ലെങ്തും എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലെ. 6 ആയിരിക്കും. 6. ഓക്കെ, സോ പോയിന്റ് ഇതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർത്തോ സെന്റർ ആൻഡ് സർക്കം സെന്റർ എന്തായിരിക്കും? അത് 6 ആയിരിക്കും. ക്യാപിറ്റൽ 6. എന്താണ് ക്യാപിറ്റൽ 6? അത് സർക്കം റേഡിയസ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിന്റെ ഹൈപ്പോട്ടിനസ് ആണ് എ സി എങ്കിൽ ആ ഹൈപ്പോട്ടിനസിന്റെ മിഡിലിൽ വരും എന്ത്? സർക്കം സെന്റർ. ആ സർക്കം സെന്റർ നടുക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒ എയും ഒ ബിയും ഒ സിയും ഈക്വൽ ആയിരിക്കും. ഇനി പറഞ്ഞെന്താണ്? ഈ ബി എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് അതിന്റെ H. എന്താ? ഓർത്തോ സെന്റർ. സോ ഓർത്തോ സെന്ററും
സർക്കം സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് ചോദിച്ചാൽ അതും 6 തന്നെയാണ്, അല്ലെങ്കിൽ സർക്കം റേഡിയസ് തന്നെയാണ്, അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസിന്റെ പകുതിയാണ്, h/2. നോക്കണേ, ഞാൻ ഈ ലൈൻ വരച്ചില്ലേ, ഈ ലൈനിൽ തന്നെ ഒരു പോയിന്റ് കൂടി വരും. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടിയാണ്. ആ പോയിന്റ് ആണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന് വെച്ചാൽ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്, സോറി സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത് സെൻട്രോയിഡ്. മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്. അപ്പോൾ സെൻട്രോയിഡും മീഡിയൻസ് എന്ന് വെച്ചാൽ എന്താ? ഒരു ട്രയാംഗിളിനെ ഒരു വെർട്ടക്സിൽ നിന്ന് വരയ്ക്കുന്ന ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ, സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എയിൽ നിന്ന് വരച്ചു, ഇപ്പൊ ഇത് എ ആണെങ്കിൽ എയിൽ നിന്ന് ഒരു ലൈൻ വരച്ചു, ഇത് മീഡിയൻ ആണെങ്കിൽ ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവണമെന്നില്ല, പെർപെൻഡിക്കുലർ ആവണമെന്നില്ല, പക്ഷെ ബൈസെക്ട് ചെയ്യും. അതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത് സെൻട്രോയിഡ്. അത് നമ്മൾ പഠിക്കും. അപ്പോ ഇവിടെ അത് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് സർക്കം സെന്ററും ഓർത്തോ സെന്ററും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ലൈനിലെ ഇതിൽ തന്നെയാണ് എന്തുള്ള, അല്ലെങ്കിൽ ഈ റേഡിയസിൽ തന്നെയാണ് എന്തുള്ള, ഈ സെൻട്രോയിഡും ഉള്ളത്. ആ പോയിന്റ് ഇവിടെയാണെന്ന് മാർക്ക് ചെയ്യുക. ആ സെൻട്രോയിഡിനെ ഞാൻ ജി കൊണ്ട് മാർക്ക് ചെയ്യാണ്, ജി. അങ്ങനെയെങ്കിൽ എച്ച് ജി എന്ന് വെച്ചാൽ എന്താ? ഓർത്തോ സെന്ററും സെൻട്രോയിഡും ഈസ് ടു ഒ ജി അല്ലെങ്കിൽ ജിഒ ഈസ് ഈക്വൽ ടു 2:1. 2:1. ഇത് എച്ച് ജി എന്നല്ലെങ്കിൽ ബി ജി എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ബി ജി ഈസ് ടു ഒ ജി എന്ന് പറയുന്നത് എന്താണ്? 2:1. അതായത് ഓർത്തോ സെന്ററും സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസും സർക്കം സെന്ററും സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 2:1 ആയിരിക്കും. 2:1 ആയിരിക്കും. ഇത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഈ കേസിൽ എത്രയായിരിക്കും പറയാം? ഈ കേസിൽ എച്ച് ജി എന്ന് പറയുന്നത്, എച്ച് ജി അല്ലെങ്കിൽ ബി ജി, എച്ചും ബിയും ഒരേ പോയിന്റിന് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എച്ച് ഓർത്തോ സെന്റർ ആണ്, എച്ച് ഓർത്തോ സെന്റർ നോട്ട് ചെയ്തോളെ. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരുമായിരിക്കും? 6. ഈ സർക്കം റേഡിയസിന്റെ 3 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 2 ഭാഗം അല്ലെ, 2r/3. അതുപോലെ തന്നെ ഒ ജി അതായത് സെന്ററോയിഡും സർക്കം സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും? r/3. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ 6. ഇവിടെ ആണെങ്കിലോ ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ 3. ഇതില് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എച്ച് എന്താണ്? ഓർത്തോ സെന്റർ, ജി സെന്ററോയിഡ്, ഓ ഓർത്തോ സെന്റർ, സർക്കം സെന്റർ. ഓക്കെ. ഈ എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാല് നമ്മൾ ഹൈറ്റുകൾ അല്ലെ ഓൾട്ടിറ്റ്യൂഡ്സിനെ നമ്മൾ മാർക്ക് ചെയ്യുന്ന കൊണ്ടാണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഓർത്തോ സെന്റർ. അതുകൊണ്ടാണ് എന്ന് വരുന്നത്. ഓക്കെ. ഇനി ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇനി ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും നമ്മളിപ്പോ ഇതെല്ലാം പറഞ്ഞല്ലോ, ഇതാ ഓർത്തോ സെന്ററും സെൻട്രോയിഡും തമ്മിലുള്ളത്, സെൻട്രോയിഡും സർക്കം സെന്ററും, ഓർത്തോ സെന്ററും സർക്കം സെന്ററും. അപ്പോ ഇത്രയും കാര്യം പറഞ്ഞു. അപ്പോ ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും ഇൻസെന്ററും സർക്കം സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഒരു ഫോർമുല ഉണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസെന്റർ ആൻഡ് സർക്കം സെന്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസെന്റർ ആൻഡ് സർക്കം സെന്റർ ഫോർ എനി ട്രയാങ്കിൾ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസെന്റർ ഐ ആൻഡ് സർക്കം സെന്റർ O of any triangle will be equal to root of r square minus 2rr. r square
മൈനസ് 2RR. റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 2RR. റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 2RR. ഇത് അങ്ങനെ ആർ എന്ന് വെച്ചാൽ എന്താണ്? ആർ എന്ന് വെച്ചാൽ എന്താണ്? ആർ ഈസ് ഈക്വൽ ടു ആർ ഈസ് സർക്കം റേഡിയസ്. സ്മോൾ ആർ ആണെങ്കിലോ ഇൻ റേഡിയസ്. ഓക്കെ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻ സെന്റർ ബ്രാക്കറ്റിൽ ഐ ആൻഡ് സർക്കം സെന്റർ ബ്രാക്കറ്റ് ഓ. ഓക്കെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻ സെന്റർ ആൻഡ് സർക്കം സെന്റർ എന്താണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 2RR. ഇതാണ് ഇതിൽ പറയാനുള്ളത്. താങ്ക് യു.